ഇത് ഇമാം വക്കീർ എന്നാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഇമാമിന്റെ പേര്. വക്കീർ എന്നവര് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുനാഥനാണ്. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പഠിച്ചതൊക്കെ ഇമാം വക്കീർ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. ഒരു പ്രശസ്തമായ ഒരു കവിതയുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇമാം വക്കീർ തങ്ങളെടുക്കൽ ഒരു പരാതി ബോധിപ്പിച്ചു. എന്താണ്? ശക്കൗതു ഇലാ വക്കീഇൻ സൂഅ ഹിഫ്ളി വഔസാനി ബിതർകി ലിൽ മആസി. ഷാഫി ഇമാം ഉസ്താദിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഹിഫ്ള് മനനം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുകയാണ്. അപ്പോ ഷാഫി ഇമാമിനോട് ഇമാം വക്കീർ തങ്ങൾ പറഞ്ഞത് പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പാപം ചെയ്യാത്ത ആളാണ്. പക്ഷേ അവരോട് ഈ ഹൃദ്യസ്ഥമാക്കുന്നത് എന്ന് സൂക്ഷിക്കാൻ വേണ്ടി, അത് മനനം ചെയ്യുന്നത് എക്കാലവും നിലനിൽക്കാൻ വേണ്ടി പറഞ്ഞ കാര്യം പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നുള്ളതാണ്. അപ്പൊ അത്രയും 0.0% പോലും അള്ളാഹു നിഷിദ്ധമാക്കിയതിൽ നിന്ന് വളരെ ഗൗരവത്തോടുകൂടി കണ്ടിരുന്ന ഒരു വലിയ മഹാനുഭാവന്റെ മുന്നിലാണ് നമ്മളുള്ളത്. ഇതാണ് മഹാനായ ഇമാം വക്കീർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പരിശുദ്ധമായ ഖബറിടം. ഇമാം ഷാഫി തങ്ങളുടെ അഭിവന്ദ്യനായ ഗുരുവാണ്. നമുക്കിവിടെ മഹാനവറുകൾക്ക് നമുക്കൊരു ഫാത്തിഹ ഓതി ദുആ ചെയ്യുന്നു.